താളത്തിൽ പിറക്കുന്ന ഒരു നാടകം. വാക്കുകൾ സംഗീതമാക്കുമ്പോൾ, കഥകൾ ഗാനം ചൊല്ലുമ്പോൾ ആ രാത്രിയുടെ വെളിച്ചം വീണ്ടും ജനിക്കുന്നു. പ്രണയത്തിന്റെ ഭാഷ മാറിയാലും ഇന്നും അതേപോലെ നിലനിൽക്കുന്ന ദൈവസ്നേഹത്തിന്റെ പകർന്നാട്ടം നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു സെന്റ് ജോസഫ് പ്രേയറും. ആസ്വദിച്ചാലും ആരംഭിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൂതന്മാർ ആകാശത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വന്നവർ, ആരും കാണാതെ ചുറ്റി നടക്കുന്നു ഹൃദയങ്ങളെ ഉണർത്താൻ, പ്രത്യാശയുടെ നീലകിരണം പകരാൻ. വചനമാകുന്ന ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്മാർ നമ്മുടെ കൊച്ചുമല്ലാക്കന്മാർ. അനന്തമായ വെളിച്ചത്തിൽ നിൽക്കുന്ന ചെറിയ പൊന്മണികൾ, നക്ഷത്രങ്ങൾ. അനാദിമുതലേ വചനത്തിന് വഴി കാണിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന വരവേൽക്കാം നമുക്ക് ആ നക്ഷത്രങ്ങളെ. ഇവിടെ വെളിച്ചവും സ്നേഹവും കൈകോർക്കുന്നു. നക്ഷത്രങ്ങളും മാലാഖമണ്ഡലവും ഒന്നാകുമ്പോൾ ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടു കന്യകയായ മറിയത്തിന്റെ അടുത്തേക്ക്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. എലിസബത്തിനെ 3 മാസം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനിരുന്ന തലേ രാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴെ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. 3 മാസം എത്ര നേരം കടന്നുപോയല്ലേ മേരി. നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങി പോവല്ലേ? എന്റെ കുഞ്ഞെ, നാളെ നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആരും നിന്നെ വിശ്വസിക്കും, ആരും നിന്നെ മനസ്സിലാക്കും. മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്കാം, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുമോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുമോ? ഓ എന്റെ ദൈവമേ. നോക്ക്,
ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ഭംഗ എന്ന പഴകേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കും. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? അവിടുന്ന് വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്ത് വിശ്വസ്തനാണ്. വാക്കുമാറട്ടെ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, എടുക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകൻ. ഗലീലിന്റെ പട്ടണമായ നസറത്തിൽ നിന്നും യൂദയായി ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ജോസഫ് പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾ തന്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടന്നു. രാത്രിയുടെ ഹൃദയം മഞ്ഞിൽ മൂടിയിരിക്കുന്നു. പാറകളുടമീതെ കാറ്റ് മൃദുവായി മാറിയിരിക്കുന്നു. അവിടെ ആ ശാന്തതയുടെ വഴിയിൽ കുറെ ഇടയന്മാർ. ദാരിദ്ര്യത്തിന്റെ മണ്ണിൽ നിന്നുള്ളവരായിരുന്നെങ്കിലും സ്വർഗത്തിന്റെ വാർത്തകളുടെ അഭ്യുതരാണ്. പെട്ടെന്ന് ആകാശം തുറന്നു. ദൂതന്മാരുടെ സ്വരം മുഴങ്ങി, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഭയത്തെ മറികടന്ന് അവർ യാത്രയായി. ഇരുളിലൂടെ പക്ഷേ നിത്യ വെളിച്ചത്തെ പുൽകുവാനായി. വന്ദനാദികൾ ഇവരും പാടി
അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വെച്ചു വണങ്ങി. വന്നരാജികൾ ഇടലും പാടി, വെള്ളിമേഘങ്ങൾ കൊടുങ്കാവി, താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ തലപാടി. ഈ സ്നേഹത്തിന്റെ രാവിൽ നക്ഷത്രങ്ങളും മാലാഖമാരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥന, പ്രതീക്ഷ, സ്നേഹം എല്ലാം നമ്മെ ഒരുമിപ്പിക്കുന്നു. ഓരോ നിമിഷവും ഓരോ ഹൃദയവും വെളിച്ചത്തിലേക്ക് ഉയരട്ടെ. നമ്മുടെ